ഹലോ ഗൈസ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. എന്താ പറയുക, ഒരു പീക്ക് സിനിമ കണ്ട സുഖം എന്നാണ് ഈ പറയാം. അത്രയും ഒരു കിടിലൻ മാച്ചായിരുന്നു. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ വളരെ അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ഒരു 1-0 വന്നതാണ്, പിന്നെ 2-2 ആയി. ഒരു കിടിലൻ കളി തന്നെയായിരുന്നു. ആ ഒരു 90+4 ലിവർപൂൾ അടിച്ച് ജയിച്ചപ്പോൾ ആ ഒരു 7-ാം മിനിറ്റിൽ തിരിച്ചടിച്ചെന്ന് പറയാം. അത്രയും പീക്ക് സിനിമ കണ്ട ഒരു സുഖമായിരുന്നു. വേഡ്സിന്റെ ഒരു മറ്റൊരു മാസ്റ്റർ ക്ലാസ് കളി തന്നെ വന്നു. ആളുടെ ഒരു ഓഫ് സൈഡ് ആണെന്ന് തോന്നിക്കുന്ന ഒരു ഗോള് ഓഫ് സൈഡ് ആയിട്ടാണ് എനിക്കും പെട്ടെന്ന് തോന്നിയത്. പക്ഷെ അതെങ്ങനെയാണ് ഓൺ സൈഡ് ആയെന്ന് അറിയില്ല. ആളുടെ ഒരു ഗോൾ ഉണ്ടായിരുന്നു. ആളിപ്പോ ബാക്ക് ടു ബാക്ക് ഗോൾ മസ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ ഒരു പ്രൈമിലേക്ക് തിരിച്ചു വന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ടോപ്പായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. നമുക്കറിയാം ആളുടെ അടുത്ത് ക്വാളിറ്റി ഉണ്ട്. പക്ഷെ അത് ലിവർപൂള് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ സ്ലോട്ട് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിലാണ്. ആളൊരു ക്വാളിറ്റി പ്ലെയർ ആണെന്നുള്ളതിൽ നമുക്ക് സംശയമൊന്നുമില്ല. പിന്നെ ആ ഒരു ബിഗ് മണി മൂവിലാണ് എല്ലാവർക്കും പ്രശ്നം. ആളിപ്പോ റീസെന്റ് ആയിട്ട് നല്ലൊരു കളി തന്നെ കളിക്കുന്നുണ്ട്. ടീമിന് വേണ്ടിയിട്ട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഫിനിഷ് ചെയ്യുന്നുണ്ട്. സോ സെക്കൻഡ് ഹാഫിൽ നമ്മൾ കണ്ടാണ് ലാസ്റ്റ് ഈ ഫിർപോങ്ങിന്റെ വരവോട് കൂടിയാണ് രണ്ടാമത്തെ ആ ഒരു ഗോൾ വന്നത്. ഗ്യാപ്പോന്റെ എല്ലാവരും വിചാരിച്ചു അതോടെ തീർന്നെന്ന്. കാരണം ഗ്യാപ്പോ ബാക്ക് ടു ബാക്ക് ഷോട്ട് എടുക്കുന്നുണ്ടായിരുന്നു, ജയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ടീമിനെ. അങ്ങനെ ആ ഒരു മൂമെന്റിൽ എൻജോയ് ചെയ്ത് നിൽക്കുമ്പോഴാണ് എന്തായാലും ജയിച്ചു. ഹി തിങ്സ് ഹി വോൺ ഇറ്റ്, നമ്മളും വിചാരിച്ചു ലിവർപൂൾ അടിച്ചു എന്നുള്ളത്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ഗോൾ വന്ന. ഒട്ടും ആരും പ്രതീക്ഷിച്ചില്ല അവിടെ നിന്ന് ആ ഒരു ഷോട്ട് എടുക്കുന്നു. എല്ലാവരും ഷോക്കായി എന്ന് പറയാം. ആലിസൺ ആണെങ്കിലും ഒട്ടും വിചാരിച്ചില്ല ആ ഒരു ഗോള്. ആരും പെട്ടെന്ന് വിചാരിക്കാണ്ടാണ് ആ ഷോട്ട് വന്നത്. പിന്നെ മാൻ സിറ്റി സമനില കുടുങ്ങിയെന്ന് പറയാം. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാവുന്ന ടീം ഏതാണെന്ന് നമുക്കറിയാം. അവരെന്തായാലും അത് എൻജോയ് ചെയ്തിട്ടുണ്ടാവും. കാരണം അവർ വിചാരിച്ച പോലെ തന്നെ ഒരു റിസൾട്ട് തന്നെ അവർക്ക് കിട്ടിയെന്ന് വേണം പറയാം. റീജൻഡേഴ്സിന്റെ ആ ഒരു ഗോൾ ഉണ്ടായിരുന്നു. അതിനുശേഷം മാൻ സിറ്റി ജയിക്കുമെന്ന് വിചാരിച്ച. കാരണം എന്തായാലും ചെൽസിയുടെ കോച്ച് പോയിച്ച് എൻസോ മരസ്കൻ എന്തായാലും ടീം സാക്ക് ചെയ്തിരുന്നു. അപ്പൊ ചെൽസി മൊത്തത്തിലൊരു ബാഡ് ടൈമിലായിരുന്നു. ആ ഒരു ഗോളോടെ അവർ മുന്നിൽ തന്നെ ആയിരുന്നു. സെക്കൻഡ് ഹാഫിലും തിരിച്ചു വരുമെന്ന് തന്നെ പ്രതീക്ഷിച്ചത്. പക്ഷേ എൻസോ ഫെർണാണ്ടസ് അതെല്ലാം മാറ്റിമറിച്ചെന്ന് വേണം. ആൾക്ക് കിട്ടിയ ആ ഒരു ലാസ്റ്റ് മിനിറ്റിൽ ആൾ ആ ഗോൾ അടിച്ച് സമനിലയാക്കി എന്നുള്ളതാണ്. റീസെന്റ് ആയിട്ട് ആൾ നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. പെപ്പിനെ എന്താണ് വെള്ളം കുടിപ്പിച്ചെന്ന് തന്നെ പറയാം. അപ്പൊ ആളൊരു ഹീറോ ആയിട്ടുണ്ട് എന്തായാലും ആഴ്സണൽ ഫാൻസിന്റെ ഇടയിൽ. സോ അങ്ങനെ ബാക്ക് ടു ബാക്ക് ആഴ്സണലി നല്ല കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നത്. റീജൻഡേഴ്സിന്റെ ആയിരുന്നു ആദ്യത്തെ ഗോള്. ആളും ബാക്ക് ടു ബാക്ക് ഗോൾ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം എ സി മിലാൻ വന്നതിന് ശേഷം അതൊരു ബോക്സ് ബോക്സ് ആണ്. പക്ഷെ ആള് ബോക്സിലോട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഗോൾ അടിക്കാനുള്ള ഒരു ഇന്റൻസിറ്റി ആൾക്ക് എപ്പോഴും കൂടുതലാണ്. ടോട്ടൽ ഒരു പാക്കേജ് ആണെന്ന് തന്നെ പറയാം. പിന്നെ റീസ് ജെയിംസിന്റെ ആസ് യൂഷ്വൽ ഇപ്പൊ എപ്പോഴത്തെയും പോലെ തന്നെ ആൾക്ക് ഇഞ്ചുറി ഇല്ലെങ്കിൽ ആളൊരു കിടിലം പ്ലെയർ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ഒരു പെർഫോമൻസ് ആളുടെ ഭാഗത്ത് നിന്ന് എന്തായാലും ഉണ്ടായിരുന്നു. ഒരു അനദർ മാസ്റ്റർ ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഒരു ടോപ്പ് ക്ലാസ് പ്ലെയർ തന്നെയാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ റോഡ്രിയുടെ ഒരു തിരിച്ചുവരവായിരുന്നു. ആൾക്ക് അവസരം കിട്ടി, ആള് തിരിച്ചു വന്നു. ആളൊരു കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ഓവറോൾ ആൾ എന്താണെന്ന് കാണിച്ചെന്നൊരു പെർഫോമൻസ് ആൾ കാഴ്ചവെച്ചു എന്നുള്ളതാണ്. ആളൊരു ടോപ്പ് ക്ലാസ് ആണെന്ന് അറിയാം. പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയേണ്ട ഒരു കാര്യമൊന്നുമില്ല. സോ അങ്ങനെ ആള് തന്നെ മാൻ ഓഫ് ദ മാച്ച് വാങ്ങിച്ചെന്ന് തോന്നുന്നു. അത്രയും കിടിലൻ കളി തന്നെയായിരുന്നു. ഹാളൻഡിന്റെ കയ്യിൽ നിന്നൊന്നും പേഴ്സണലി ഒന്നും നന്നായിട്ട് തോന്നിയില്ല. അങ്ങനെ മാൻ സിറ്റി എന്തായാലും ഒരു ക്രൈസിസിലാണെന്ന് പറയാം. അവർ പതിയെ എന്താ പറയാ ടൈറ്റിൽ റേസിൽ നിന്ന് ഇറങ്ങി തുടങ്ങി. സെക്കൻഡ് പ്ലേസിൽ നമുക്കറിയാം ഇപ്പൊ ആസ്റ്റൺ വില്ലയാണ്.